നെട്ടൂര് വീട്ടിൽ ആകെ ഒരു ബെഡ്റൂമേ ഉള്ളൂ. അതിൻ്റെ മുക്കാ ഭാഗം അപഹരിച്ചിരിക്കുന്നത് ഈ ക്ലോത്ത് സ്റ്റാൻഡും ഈ ഒരു ടീപ്പോയും പിന്നെ ഒരു ഈസി ചെയറുമാണ് കേട്ടോ. ഇതിലെല്ലാം നമ്മൾ വെച്ചിരിക്കുന്നത് ഡെയിലി ഉപയോഗിക്കുന്ന ഡ്രസ്സുകളാണ്. അപ്പോൾ സഞ്ചികളിലായിട്ടും ക്യാരി ബാഗുകളിലായിട്ടും ഡ്രസ്സിൻ്റെ ബാഗിലായിട്ടും ഒക്കെ ഇങ്ങനെ വെച്ചേക്കുവാണ്. ബിഗ് ഷോപ്പറിലും ഉണ്ട് കേട്ടോ പോരാത്തത്. അപ്പോൾ ചിലത് പൊന്നുൻ്റെ സെക്ഷൻ, ചിലത് എൻ്റെ സെക്ഷൻ, അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. അവളുടെ യൂണിഫോം വേറെ കവറിൽ, അങ്ങനെയൊക്കെയാണ് നമ്മളിപ്പോൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനൊരു ശാശ്വത പരിഹാരം കാണണമല്ലോ എന്നിങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നേ. അപ്പോൾ പേൾപ്പിൻ്റെ പുതിയ വീഡിയോയിലേക്ക്, പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുണ്ടൻവേലി വീട്ടിൽ നമുക്ക് സ്റ്റീലിൻ്റെ അലമാരി ഉണ്ട്, അതുപോലെ ഒരു ചെറിയ മരത്തിൻ്റെ അലമാരി ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ അത്രയ്ക്ക് വലിയ അല്ലെങ്കിൽ കാശ് ചിലവാക്കുന്ന രീതിയിലുള്ള അലമാരി ഒന്നും വാങ്ങിക്കാൻ നിന്നില്ല. പകരം ഞാൻ ഓൺലൈൻ വഴി ഒരു ക്ലോത്ത് റാക്കാണ് കേട്ടോ ഞാൻ ഓർഡർ ചെയ്തത്. ഷൂ റാക്കായിട്ടും ക്ലോത്ത് സ്റ്റാൻഡായിട്ടും ഷെൽഫായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ഞാൻ ഓർഡർ ചെയ്തത്. കാരണം വേറെ ഒന്നുമല്ല, വലിയ അലമാരിയോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുണ്ടമ്പയിലോട്ട് കൊണ്ടുപോയി കഴിയുമ്പോൾ അത് വെക്കാനുള്ള സ്പേസ് പിന്നെ നമ്മൾ വേറെ ഉണ്ടാക്കേണ്ടി വരും. അതുകൊണ്ടാണ് പിന്നെ ഇങ്ങനത്തെ ഒരെണ്ണം തന്നെ മതിയെന്ന് ഞാൻ തീരുമാനിച്ചത്. അപ്പം മിക്ക സാധനങ്ങളും ഞാൻ മുണ്ടമ്പയിലാണ് ഓർഡർ ചെയ്തത്. പക്ഷേ ഇങ്ങോട്ട് പോകുന്ന ശേഷം അവിടെ നമുക്ക് വാങ്ങിക്കാനും ആളുണ്ടാവില്ല, പിന്നെ അത് അടുത്ത വീട്ടിൽ എവിടെയെങ്കിലും ഏൽപ്പിക്കേണ്ടി വരും. അത് കാരണം ഞാനിത് ഓർഡർ ചെയ്യാനായിട്ട് സീമനെയാണ് ഏൽപ്പിച്ചത്. എനിക്ക് അവളിത് കൊണ്ടുവന്ന് തന്നിട്ട് അങ്ങോട്ട് പോയിട്ടാ കയറിയില്ല. അവൾ ബാങ്കിലെവിടെയൊക്കെയോ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയപ്പോൾ ആ വഴിയാണ് എനിക്കിത് കൊണ്ടുവന്ന് തന്നത്. അങ്ങനെ അവൾ പോയത് കാരണം എനിക്കിത് ഒറ്റയ്ക്ക് അസംബിൾ ചെയ്ത് എടുക്കേണ്ടി വന്നു. അപ്പോൾ ആദ്യം പെട്ടി പൊട്ടിച്ചപ്പോൾ ഞാൻ കുറച്ച് ഒന്ന് ഡിസപ്പോയിൻറ്റഡ് ആയി. എന്ന് വെച്ചാൽ വലിയ ബലമില്ലാത്ത പൈപ്പ് പോലെ എനിക്ക് തോന്നിയിട്ടാ. എന്ന് വെച്ചാൽ ചെറിയ പൈപ്പാണ്, പ്ലാസ്റ്റിക് ആയതുകൊണ്ട് അത്രയ്ക്ക് അങ്ങ് കാറ്റടിച്ചാൽ വീഴുമോ എന്നുള്ള ഒരു ചിന്തയിൽ വരെ ആയിപ്പോയി ഞാൻ. ആദ്യം എല്ലാം കൂടി എടുത്ത് പുറത്ത് വെച്ചപ്പം ഇത് എന്ത് ചെയ്യണം എന്നുള്ള ഒരു പിടി കിട്ടിയില്ല. പിന്നെ അവരൊരു പേപ്പർ വെച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ മാനുവലായിട്ട് ചെയ്യുമ്പം അതിൻ്റെ ഇൻസ്ട്രക്ഷനൊക്കെ കൊടുത്തിട്ട്. അപ്പോൾ ആ ഒരു പേപ്പർ 2-3 പ്രാവശ്യം നോക്കിയപ്പോഴേക്കും ഒരു ഐഡിയ കിട്ടി. അപ്പോൾ അങ്ങനെ ഓരോന്ന് എല്ലാം കൂടി ഒരുമിച്ച് അഴിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തലയ്ക്ക് ഭ്രാന്തായി പോകൂട്ടാ. പൈപ്പുകളും ഇതിൻ്റെ കവറും പുറത്തെടുത്ത് വെച്ച് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോഴേക്കും ഇതിൻ്റെ കണക്ടർ കാണാനില്ല കേട്ടോ. പിന്നെ ഇത് എങ്ങനെയാണ് ഇത് ജോയിൻ ചെയ്ത് വെക്കുക എന്നുള്ള ഒരു ടെൻഷനിലിരിക്കുമ്പോഴാണ് ആ കൊണ്ടുവന്ന ബോക്സ് ഒന്നും കൂടി ഒന്ന് എടുത്ത് നോക്കിയത്. അപ്പോൾ നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ പ്ലാസ്റ്റിക് കവറിൽ അത് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു 3 കാല് നിൽക്കുന്നത് പോലെയാണ് അതിൻ്റെ കണക്ടർ ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഓരോ തട്ട് കണക്ട് ചെയ്ത് വെക്കാനായിട്ടുള്ള ആ സംഭവം ഉണ്ടായിരുന്നേ. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൈപ്പെല്ലാം പ്ലാസ്റ്റിക്കാണ്, ഈ കണക്ടറും പ്ലാസ്റ്റിക്കാണ്. പക്ഷേ ഈ കവറും അതുപോലെ തട്ടായിട്ട് വെക്കുന്ന ഇതും ക്ലോത്ത് അല്ല. എന്താണ് ആ മെറ്റീരിയലിൻ്റെ പേരെന്ന് എനിക്കറിയില്ല കേട്ടോ. ബിഗ് ഷോപ്പറൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയലാണത്. പിന്നെ ഞാനിപ്പോൾ വോയിസ് കൊടുക്കുമ്പം നല്ല മഴയാണ് കേട്ടോ പുറത്ത്. ചിലപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിറ്റി കുറവുണ്ടാവും കേട്ടോ കേൾക്കുമ്പോൾ. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണേ. ഇങ്ങനത്തെ റാക്കുകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. നമ്മൾ ഇത് സെറ്റ് ചെയ്യുമ്പം ഈ പൈപ്പുകൾ കണക്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഈ തട്ടുണ്ടല്ലോ, ഈ തട്ടിൽ പൈപ്പ് വെച്ചിട്ട് അത് ആദ്യം സെറ്റ് ചെയ്ത് വെച്ചിട്ട് അത് പിന്നെ ബാക്കിയുള്ളത് ജോയിൻ ചെയ്ത് പോകുന്നതായിരിക്കും എളുപ്പം. ഒരു തവണ സീമയുടെ വീട്ടിൽ ഇതുപോലെ തന്നെ ചെരുപ്പ് വയ്ക്കുന്ന സ്റ്റാൻഡ് ഇതുപോലെ ഈ തട്ട് ക്ലോത്ത് ആയിട്ടുള്ള രീതിയിലുള്ളത് വാങ്ങിച്ചായിരുന്നു. കഷ്ടപ്പെട്ട് പോയിട്ടാണ് ഞാനും സീമയും കൂടി. പിന്നെ ഒരു പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പിന്നെ അടുത്ത പ്രാവശ്യം ചെയ്യാനുള്ള ഒരു ഐഡിയ കിട്ടുമല്ലോ. അപ്പോൾ ആ ഒരു ഓർമ്മയിലാണ് ഞാൻ ആദ്യമേ തന്നെ ഇതാണ് സെറ്റ് ചെയ്ത് വെച്ചത്. നമ്മുടെ ഡ്രസ്സെല്ലാം നമ്മളിങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല, അത്യാവശ്യം ഉപയോഗിക്കാനുള്ളത് മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ. എങ്കിലും എല്ലാ ദിവസവും നമ്മൾ ഉടുക്കുന്നു, എല്ലാ ദിവസവും അലക്കുന്നു, മടക്കി വയ്ക്കുന്നു. പക്ഷേ ഈ മടക്കി വയ്ക്കുന്ന സാധനം ഒന്ന് സ്റ്റോർ ചെയ്യാനുള്ള ഒരു കറക്റ്റായിട്ടുള്ള സ്പേസ് ഇല്ലെങ്കിലുണ്ടല്ലോ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അത് നമുക്ക് വീട്ടമ്മമാർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. മര്യാദയ്ക്ക് അലമാരിയിൽ മടക്കി വെച്ചിട്ട് തന്നെ പൊന്നു അതെന്തേമമ്മ ഇതെന്തേമമ്മ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ ഇങ്ങനെയും കൂടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സൗകര്യം തരില്ല കേട്ടോ. ഏത് ബിഗ് ഷോപ്പറിലാണ് ഇരിക്കണം, ഏത് ബാഗിലാണ് ഇരിക്കണം. അവളുടെ മാത്രമായിട്ടൊരു ഇതിൽ വെച്ചിട്ടുണ്ടെങ്കിലും അവൾ പിന്നെയും ചോദിച്ചുകൊണ്ട് കിടക്കും. കാരണം അലക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി മടക്കി വെക്കണ കാരണം അവൾ പിന്നെയും ചോദിച്ചുകൊണ്ട് കിടക്കും കേട്ടോ. അപ്പോൾ ഇതുപോലൊരു ഷെൽഫിൽ അവളുടെ മാത്രമായിട്ടാണെങ്കിലും സെറ്റ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ എനിക്ക് ഇത്തിരി സമാധാനം കിട്ടുമല്ലോ എന്ന് ഓർത്തിട്ടാ. ഇങ്ങനത്തെ ഷെൽഫുകൾ നമുക്ക് ലോങ് ലാസ്റ്റ് ചെയ്യൂല. സൂക്ഷിച്ച് ഉപയോഗിച്ചാൽ ഇപ്പോൾ ഒരു വർഷം നിൽക്കണമെങ്കിൽ നല്ലപോലെ സൂക്ഷിച്ച് ഉപയോഗിക്കണം കേട്ടോ. അല്ലെങ്കിൽ എന്തെങ്കിലും കുത്തി കൊണ്ടിട്ടുണ്ടെങ്കിൽ ഈ ക്ലോത്ത് കീറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഒന്ന് സൂക്ഷിച്ചൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നാൾ നിൽക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഈ ഷെൽഫ് സെലക്ട് ചെയ്യുമ്പം വലിപ്പം നോക്കിയിട്ട് അളവനുസരിച്ച് കറക്റ്റായിട്ട് സെലക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ. കാരണം ഞാൻ ചെറുത് മതി, കുറച്ച് നാളല്ലേ ഉള്ളൂ, അങ്ങനത്തെ ചിന്തകളൊക്കെ കാരണം അത്രയ്ക്കങ്ങ് കാര്യമായിട്ട് ഇത് സെലക്ട് ചെയ്യണേൽ ഇത്തിരി പാളിച്ച പറ്റി. ഞാൻ വില കുറവ് നോക്കി, അതുപോലെ സൈസിൻ്റെ വലിപ്പവും അത്ര കാര്യമായിട്ട് എടുത്തില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു 700ൻ്റെ ആയിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടി നല്ലതായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ. ഇത് നല്ലതല്ല എന്നല്ല, അപ്പോൾ അത്രയും കുറച്ചും കൂടി കൂടുതൽ നമുക്ക് സാധനങ്ങൾ ഇതിൽ കൊണ്ടേനെ. പല കമ്പനിയുടെയും പല സൈസിലുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. ഒരു കമ്പനിയുടെ തന്നെ 3-4 സൈസിലുള്ളതൊക്കെ അവർ കാണിക്കുന്നുണ്ട്. റേറ്റിൽ വ്യത്യാസം വരും. അപ്പോൾ പക്ഷേ നമുക്ക് അങ്ങനെ നോക്കിയെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഈ തട്ടിന് കൊടുത്തിരിക്കുന്ന ക്ലോത്ത് ഫുള്ളായിട്ട് അങ്ങോട്ട് കവർ ചെയ്ത് വരില്ല കേട്ടോ. 2 സൈഡിലും ഗ്യാപ്പ് ഉണ്ടാവും.
പിന്നെ നമുക്ക് ഇത് ഈ തട്ടുകൾ ഇങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പം ഇത് അലമാരി പോലെ ഫുള്ള് കവർ ചെയ്യാനായിട്ടുള്ള ഒരു സംഭവമുണ്ട്, ഒരു കവറുണ്ട്. അപ്പോൾ ആ കവറിട്ട് കഴിയുമ്പം പുറം വശം മൊത്തം കവറാകുമെങ്കിലും ഉള്ളിലൊക്കെ ഗ്യാപ്പുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര സേഫാണെന്നൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് താൽക്കാലികമായിട്ട് തുണികളോ ഷൂവോ മറ്റെന്തെങ്കിലും സാധനങ്ങളോ ഒക്കെ ഇങ്ങനെ വൃത്തികേടില്ലാണ്ട് മുറിയിൽ അടുക്കി പെറുക്കി വെക്കാനായിട്ട് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണ് കേട്ടോ. പിന്നെ കുറച്ചധികം സമയം എടുത്തിട്ടാണ് ഒറ്റയ്ക്ക് ചെയ്തതുകൊണ്ട്. ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ അത്രയും സമയം എടുക്കില്ല. ഞാൻ ഏതാണ്ട് 11 മണിയായപ്പോൾ ഇരുന്നിട്ട് ഒരു 3 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ ഇത് ഞാൻ സെറ്റ് ചെയ്ത് തീർന്നത്. ഒന്നാമത്തെ കാര്യം, ഇടയ്ക്ക് വെച്ച് ഞാൻ ഒരു പൈപ്പ് ചെയ്തപ്പോഴേക്കും സൈഡിൽ വെക്കേണ്ടത് ഞാൻ ഇങ്ങനെ ലെങ്ത്തിൽ വെച്ച്. അപ്പോൾ പൊക്കം വ്യത്യാസം വന്നു. പിന്നെ 4 എണ്ണം എനിക്ക് കൂടുതലും വന്നു. ചില മെഷീനും സൈക്കിളൊക്കെ അഴിക്കുമ്പോൾ വേറെ ഒരെണ്ണം കൂടി ഉണ്ടാക്കാമെന്ന് കളിയാക്കി പറയണത് പോലെ എനിക്കൊരു 4 പീസ് വേറെ ബാക്കി വന്നു. അപ്പോൾ ഞാൻ കരുതി അവർ എക്സ്ട്രാ വെച്ചിരിക്കണമായിരിക്കുന്നു. അപ്പോൾ ഞാനോർത്ത് എന്നാൽ ഇതിനൊരു പൊക്കം കൂട്ടിക്കളയാലാന്ന് കരുതി ഞാൻ കൊണ്ട് അടിയിൽ വെച്ചിട്ടാണ്. പിന്നെ എല്ലാം കഴിഞ്ഞ് കുറച്ച് പ്രാവശ്യം നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ പോഴത്തരം കാണിച്ചതാണ്, എനിക്ക് ഇടയ്ക്ക് തെറ്റിപ്പോയതാണ്. അങ്ങനെ എനിക്ക് രണ്ടാമത് സെറ്റ് ചെയ്ത് നടുക്ക് മാത്രം ആ തെറ്റിയ ഭാഗത്ത് മാത്രം അഴിച്ചിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടാണ്. തുണികളൊക്കെ വെച്ച ശേഷമാണ് എനിക്കത് മനസ്സിലായത്. പിന്നെ ഞാൻ രണ്ടാമത് തുണിയൊക്കെ മാറ്റി അത് റീസെറ്റ് ചെയ്ത്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഫാമിലിയിൽ കുറച്ച് പേരൊക്കെ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ അറിവിലേക്കായിട്ട് പറയുകയാണ്. എൻ്റെ പേര് സ്മിത. അപ്പോൾ ഞാനും അനിയത്തിയും കൂടിയാണ് ഈ ചാനൽ റൺ ചെയ്യുന്നത്. അതുപോലെ വീഡിയോസ് കൂടുതലും ഞാനാണ് ഇടുന്നതെങ്കിലും അവളുടെയും കൂടി ഒരു ഹെൽപ്പ് ഉള്ളതുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ചില വീഡിയോസിലൊക്കെ അവളും വരാറുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കൂടുതലും വീഡിയോയിൽ ചെയ്യുന്നത് ഗാർഡനിങ്ങും അതുപോലെ സ്റ്റിച്ചിങ്ങും ഒക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് മാറിയ ശേഷം നമുക്ക് ഗാർഡനിങ് ചെയ്യാനുള്ളൊരു എന്താ പറയുക, ഒരു സൗകര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സൊക്കെയാണ് ഇടുന്നത്. അതും ചില സമയത്ത് എനിക്ക് വീഡിയോ ഇടാൻ പറ്റാറില്ല. കാരണം മോൾക്ക് എക്സാമോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ വീഡിയോ എടുക്കൽ എഡിറ്റിംഗ് ഒന്നും നടക്കില്ല. കാരണം ഈ ഒരു ഫോൺ അവൾ ക്ലാസ് കേൾക്കാനായിട്ടും നോട്ട് എഴുതാനായിട്ടൊക്കെ എൻ്റെ അടുത്ത് നിന്ന് വാങ്ങിക്കുന്നത് കാരണം എനിക്ക് ചിലപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള സമയമൊന്നും കിട്ടില്ല, ഫോൺ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ചില ദിവസങ്ങളിലൊക്കെ മുടക്ക് വരുന്നതും എക്സാമിൻ്റെ സമയത്ത് മുടക്ക് വരുന്നതും. അപ്പോൾ നമ്മുടെ ചാനലിൽ എല്ലാവർക്കും, നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് കുറേ പേർക്കൊക്കെ കാര്യങ്ങൾ അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്തത് എങ്ങനെയാണോ അതിലും കുറച്ചും കൂടി ബെറ്ററായിട്ട് നിങ്ങളിൽ നിന്ന് സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അതായത് നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണേലും ഇമോജി ആയിട്ടോ അല്ലെങ്കിൽ കമൻ്റ് ആയിട്ടോ അറിയിക്കണം. കാരണം ഈ ചാനലിൻ്റെ വളർച്ചയ്ക്ക് നമ്മുടെ കമൻസൊക്കെ ഒത്തിരി വാല്യുബിളാണ്. ഞാനൊരു 4 വർഷമാവുന്നു ഈ ചാനൽ തുടങ്ങിയിട്ട്. ഞാൻ സീമ എന്നാണ് എൻ്റെ അനിയത്തിയുടെ പേര്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇത് തുടങ്ങിയിട്ട് ഒരു 4 വർഷത്തോളം ആകുന്നു. ഇതുവരെ എങ്ങും എത്തിയിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മുടക്ക് വരുന്നത് കാരണം നമ്മുടെ വ്യൂസ് കുറയും, വാച്ച് അവർ കുറയും. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയകളുടെ 4 അയലത്ത് പോലും എത്താൻ എനിക്ക് സാധിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ഞാൻ എല്ലാവരോടും പറയുന്നത്, നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഉപകാരം ഈ വീഡിയോയിലൂടെ ഉണ്ടാവുകയാണെങ്കിൽ ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യുക. അങ്ങനെ നമ്മുടെ ക്ലോത്ത് റാക്ക് ഒരുവിധം സെറ്റായി കഴിഞ്ഞു. ഇനി ഇതിൻ്റെ കവർ ഇടണം കേട്ടോ. അപ്പോൾ കവറ് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇടാം. വെറുതെ ഉടുപ്പിടിക്കണ പോലെ അങ്ങോട്ട് മേളോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഒരിടത്തും ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാം അവർ സ്റ്റിച്ച് ചെയ്ത് വെച്ചേക്കുവാണേ. ഫ്രണ്ടിൽ ഡോറിന് വേണ്ടിയിട്ട് അവർ ഇങ്ങനെ ഒരു പീസ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ 2 സൈഡിലും സിബ്ബാണ്. അപ്പോൾ നമുക്ക് ആ സിബ്ബ് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യാം. അപ്പോൾ അത് ആവശ്യമില്ല. ഡോറിൻ്റെ ആ ഒരു പീസ് വേണ്ടെങ്കിൽ ചുരുട്ടി വെക്കാനായിട്ട് വെൽക്രോ പിടിപ്പിച്ചിട്ടുള്ള 2 വള്ളിയും കൂടി അതുമേലെ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ആ കവർ ഇട്ട് നോക്കിയപ്പോഴാണ് മുകളിലത്തെ തട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. മുകളിലത്തെ തട്ട് ഈ കവർ ഇതിൻ്റെ മുകളിൽ വന്ന് കിടക്കുമ്പോൾ ആ ഒരു തട്ടിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. അത് നോക്കിയപ്പോഴാണ് ഒരു ലെയറും കൂടി മുകളിൽ ഈ പൈപ്പ് വെച്ചെങ്കിലേ ആ കവർ പൊങ്ങി നിൽക്കുള്ളൂ. എങ്കിലേ നമുക്ക് ആ മുകളിലത്തെ തട്ട് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ അതും സെറ്റ് ചെയ്തു. കവറിട്ട് നോക്കിയപ്പോൾ നിലത്ത് മുട്ടുന്നത് പോലെ കവർ ഇരിക്കുന്നത്. പിന്നെ ഞാൻ ആ ബാക്കി ഉണ്ടായിരുന്ന 4 കഷ്ണം എക്സ്ട്രാ വന്നെന്ന് പറഞ്ഞല്ലോ, അതെടുത്ത് ഞാൻ ഇതിൻ്റെ അടിയിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടാണ്. ഈ പോഴത്തരങ്ങളൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതുകൊണ്ടും നമ്മുടെ ഒരു വെപ്രാളം കൊണ്ടുമാണ് അങ്ങനെ സംഭവിക്കുന്നത്. വേറൊരാൾ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ വരില്ലായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് ആദ്യം ഇഷ്ടപ്പെട്ടത് ഇതാണ്. കാരണം അലമാരി നിലത്ത് മുട്ടാതെ കുറച്ച് പൊങ്ങിയിരിക്കുന്നതല്ലേ നല്ലത്. പ്രത്യേകിച്ച് ഇത് ഗ്യാപ്പുള്ളതാകുമ്പം അതിൻ്റെ ഇടയിൽ കൂടി ഒന്നും അരിച്ചു കയറോ അല്ലെങ്കിൽ നമ്മൾ അടിച്ചു വാരിയൊക്കെ ചെയ്യുമ്പോൾ പൊടി കയറുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി പൊങ്ങിയിരിക്കണല്ലേ നല്ലതെന്ന് ഓർത്തിട്ട് ഞാൻ അങ്ങനെ തന്നെ വെച്ച് തുണിയൊക്കെ വെച്ച് നോക്കിയിട്ടാണ്. എന്നിട്ടും എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ഓക്വേർഡായിട്ട് തോന്നി. അങ്ങനെ കുറേ പ്രാവശ്യം നോക്കി കഴിഞ്ഞപ്പോഴാണ് ഇടയ്ക്ക് വെച്ചിരിക്കുന്ന ഒരു പൈപ്പ് മാറ്റിയാണ് വെച്ചിരിക്കുന്നത്. സൈഡിൽ വെക്കേണ്ടതും ലെങ്ത്തിൽ വെക്കേണ്ടതും മാറിപ്പോയെന്ന് മനസ്സിലാണത്. അങ്ങനെ അത് രണ്ടാമത് അവിടെ അഴിച്ച് ഞാൻ രണ്ടാമത് സെറ്റ് ചെയ്ത്. ഞാൻ ഈ റാക്ക് വാങ്ങിക്കാനായിട്ട് ഓർഡർ ചെയ്ത സമയത്ത് ഞാൻ വിചാരിച്ചത് ഈ തട്ടുണ്ടല്ലോ ഇതിൻ്റെ, ആ തട്ടിൽ ഇത്തിരി ബലം കിട്ടാൻ വേണ്ടിയിട്ട് തെർമോക്കോൾ വാങ്ങിച്ചിട്ട് സെറ്റ് ചെയ്യാം, അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ ഞാൻ ഓർത്തു തെർമോക്കോളൊക്കെ വാങ്ങിച്ച് വെച്ച് കഴിയുമ്പോഴേക്കും ഇനി ഇതിന് വെയിറ്റ് കൂടിയാലോ എന്ന് കരുതിയിട്ട് ഞാനിപ്പോൾ വാങ്ങിച്ചില്ല.
തൽക്കാലം ഞാൻ പേപ്പർ നല്ല കട്ടിക്ക്, ഒരു ദിവസത്തെ പേപ്പർ ഉണ്ടല്ലോ, ഒരു 3-4 ഷീറ്റ് ഉണ്ടാവില്ല, അത്രയും ഷീറ്റ് നീളത്തിൽ മടക്കിയിട്ടിട്ട് അങ്ങനെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം ആ ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ലാകാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ ക്ലോത്ത് വെക്കുമ്പോൾ 2 സെറ്റായിട്ട് എന്തായാലും വെക്കുമല്ലോ, അപ്പോൾ ഇടയ്ക്കോട്ട് വീണ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പേപ്പർ വെച്ചിട്ടാണ് ഞാനിപ്പോൾ വെച്ചിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ പൊക്കം കൂട്ടാനായിട്ട് വെച്ചിരിക്കുന്ന ആ പീസ് കറക്റ്റ് പ്ലേസിലേക്ക് വെച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇതാ ഒരു ഫ്ലോർ ലെവലിൽ തന്നെ കേട്ടോ. ആ ബ്ലാക്ക് കളറിലെ ക്ലിപ്പാണ് ഏറ്റവും ലാസ്റ്റ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇതിൽ പൊടി കയറുമല്ലോ. അപ്പോൾ ഞാനിത് ഒരു ടീപ്പോയുടെ മുകളിലേക്കാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. 450 രൂപയെ എനിക്ക് ചിലവായിട്ടുള്ളൂ. പക്ഷേ ഒരു മുറിയുടെ വൃത്തിയേട് മൊത്തം മാറി കിട്ടിയിട്ട്, ആരെങ്കിലും വരുമ്പോൾ ഇതെങ്ങനെ മറയ്ക്കും, അവരെങ്ങനെ ആ മുറിയിലോട്ട് കയറ്റും എന്നുള്ള ഒരു വിഷമം മാറി കിട്ടിയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഞാൻ ഈ ഷെൽഫ് വാങ്ങിച്ചിരിക്കുന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. താങ്ക്സ് ഫോർ വാച്ചിങ്.